ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് 3 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് 2025 വേണമെങ്കിൽ ഉടനെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന 3 ബിസിനസ് ഐഡിയാസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപാട് ആമുഖമില്ലാതെ ബിസിനസ് ഐഡിയാസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഐഡിയ മൊബൈൽ വേർട്ടിക്കൽ ഗാർഡൻസ് ആണ്. പലപ്പോഴും ഈ വേർട്ടിക്കൽ ഗാർഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രിഡൊക്കെ ഉണ്ടാക്കി അതിന് മുകളിൽ നല്ല ഭംഗിയിൽ ഈ ചെറിയ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ഇത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അത് ആകെ വൃത്തികേടായി നിൽക്കുന്നതാണ്. അവിടെയാണ് ഈ മൊബൈൽ വേർട്ടിക്കൽ ഗാർഡൻസിന്റെ പ്രത്യേകത. വേണമെങ്കിൽ നമുക്ക് തള്ളിക്കൊണ്ടു പോകാവുന്ന, ഉരുട്ടിക്കൊണ്ടു പോകാവുന്ന വീലടക്കമുള്ള ഇത്തരത്തിലുള്ള ഗ്രിഡുകൾ വെച്ചുകൊണ്ട് ഇതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിന് മുന്നിൽ കുറച്ച് നാൾ ഇത് വെക്കണമെങ്കിൽ അതവിടെ വെക്കാം. ഇനിയിപ്പോൾ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതിനൊപ്പം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി നമുക്കൊരു കോൺട്രാക്ട് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വണ്ടർഫുൾ. വളരെ ചെറിയ ഒരു നോമിനൽ ഫീക്ക് നമുക്കത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകൂടി ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഒരു നഗരം എടുത്തു നോക്കിയാൽ, ഇപ്പോൾ എറണാകുളം പോലൊരു നഗരമൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് 100 150 ഇത്തരത്തിലുള്ള വേർട്ടിക്കൽ ഗാർഡൻസ് പല ഷോപ്പുകളുടെയൊക്കെ മുന്നിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വലിയ സാധ്യതയാണ് നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും. വലിയ കോസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവുന്നുമില്ല. ഇനീഷ്യൽ കോസ്റ്റും വളരെ കുറവാണ്. കൃത്യമായിട്ട് ഒന്ന് മാർക്കറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ബിസിനസ് ഐഡിയ ആണിത്. രണ്ടാമത്തേത് ഒരു ആംബിയൻസ് മേക്കിംഗ് ആണ്. ആംബിയൻസ് മേക്കിംഗ് എന്ന് ഉദ്ദേശിച്ചത് പലപ്പോഴും പല ഓഫീസുകളിൽ, ഈവൻ വീടുകളാണെങ്കിൽ പോലും നമ്മളുടെ സെൻസറി ഇൻപുട്സിൻ്റെ കാര്യത്തിലൊന്നും, അതായത് അവിടുത്തെ സ്മെല്ലിൻ്റെ കാര്യത്തിലൊന്നും അത്ര ബോധേഡല്ല. പക്ഷേ സ്മെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ബോധേഡാവാൻ പറ്റുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു കോസ്റ്റിൽ അവിടുത്തെ എയർ ഫ്രഷ്നർ, ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നറുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എങ്കിൽ പോലും പല ആളുകളുടെ കയ്യിലും അതില്ല. അപ്പോൾ കൃത്യമായിട്ട് ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നറുകൾ, ഇതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ, പലതരത്തിൽ സുഗന്ധം കൊടുക്കുന്ന അല്ലെങ്കിൽ ദുർഗന്ധം ഇല്ലാതാക്കുന്ന പല ഐറ്റംസ്, ഇത്തരം സാധനങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഇത് വലിയൊരു സാധ്യതയാണ്. കാരണം പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ സ്മെല്ല് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ സ്മെല്ലിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിലുള്ള ബിസിനസ്, അതൊരു ട്രേഡിംഗ് ബിസിനസ് ആയിട്ടോ ഒരു സർവീസ് ബിസിനസ് ആയിട്ടോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സ്മെൽ, ഫ്രാഗ്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെറിയ രീതിയിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകത ഇവിടെയില്ല. അടുത്തത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇവൻറ്റ് പ്ലാനിങ്ങും ഇവൻറ്റ് മാനേജ്മെൻറ്റുമാണ്. പലപ്പോഴും ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ഇവൻറ്റുകളെ കുറിച്ചാണ് പലപ്പോഴും ആലോചിക്കുക. നമ്മളുടെ വീട്ടിൽ ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് വിചാരിച്ചോളൂ. ആ ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ ഭയങ്കര വൗ ഫാക്ടറൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചാൽ എന്ത് രസമായിരിക്കും. വലിയ കോസ്റ്റൊന്നുമില്ലാതെ ചെറിയ ബർത്ത്ഡേസ് ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിൽ, ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് പാർട്ടി ഹാളുകൾ വാടകയ്ക്ക് കിട്ടും. അവിടെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, സ്ക്രീൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള റെൻ്റൽ സംവിധാനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കാം. അവിടെ വന്നിട്ട് അവർക്ക് ബർത്ത്ഡേ ബാഷ് സംഘടിപ്പിക്കാം. ഒപ്പം തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാം. നമുക്ക് ആ ഇവൻറ്റ് മാനേജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതും നല്ലൊരു കോൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ആവശ്യം വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഇനിയുള്ള കാലത്ത്. ഈ 3 ഐഡിയാസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ കോസ്റ്റൊന്നുമില്ലാതെ തുടങ്ങാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെയൊക്കെ മാർക്കറ്റിംഗ് തന്നെയാണ് പ്രധാനം. ഏറ്റവും ആദ്യം തന്നെ 100 ആളുകളിലേക്ക് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് കൃത്യമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പ് പറയുന്നു, അതിനകത്ത് 5 പേരെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കുകയും അറ്റ്ലീസ്റ്റ് ഒരു 2 പേരെങ്കിലും നിങ്ങളുടെ കസ്റ്റമർ ആവുകയും ചെയ്യും. അതിൽ നിന്ന് റെഫറൻസ് എടുത്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോവുക. ഈ 2 പേരെന്ന് പറയുന്നത് ഞാൻ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ ആൾക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ 2 പേരെങ്കിലും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ 100 പേരിലേക്ക് എത്താൻ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ് ബിസിനസ്സുകൾ വലുതാവാത്തത്. അപ്പോൾ ഇതിൽ 3 ഐഡിയയിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് നോക്കുക. 100 ആളുകളെ സമീപിക്കുക, കൃത്യമായിട്ട് അവരുടെ അടുത്ത് പിച്ച് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നിങ്ങളുടെ ക്ലയൻറ്റ് ബേസ് റെഫറൻസിലൂടെ വർദ്ധിപ്പിക്കുക. All the best.